Welcome back. Gender, School and Society Unit 4 School and Society. So first chapter ആണ് Schooling and Social Change. School as an agent of change or an instrument of change. ഇപ്പോൾ സ്കൂൾ ആൻഡ് സൊസൈറ്റി റിലേഷൻഷിപ്പ്. ഇപ്പോൾ സ്കൂളും സൊസൈറ്റിയും ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. സ്കൂളും സൊസൈറ്റിയും ക്ലോസ്ലി കണക്റ്റഡ് ആണ്. കാരണം എഡ്യൂക്കേഷനാണ് ഒരു സോഷ്യൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഓരോ സോഷ്യൽ വാല്യൂസിനെയും റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അതിനെ ഷേപ്പ് ചെയ്യുന്നത്. സോ ഇത് രണ്ടും മ്യൂച്വലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടൂൾ ഓഫ് എംപവർമെൻറ്റ് കൂടിയാണ്. എഡ്യൂക്കേഷനാണ് ഇൻഡിവിജ്വൽസിന് നോളേജ്, സ്കിൽസ്, അവയർനെസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതും അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പേഴ്സണൽ കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കുന്നതും. അതുപോലെ തന്നെ ഇപ്പം നടക്കുന്ന ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ് സെൻറ്റേർഡ് ലേണിംഗ് ആണ്. മോഡേൺ എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ലേണേഴ്സ് ആണ് rather than പാസീവ് ലിസണിങ്. അപ്പോൾ സ്റ്റുഡൻസ് ഇവിടെ റെസ്പോൺസിബിൾ ആവുകയാണ് ഫോർ ദെയർ ഓൺ ലേണിംഗ്. ഇനി ആക്റ്റീവ് റോൾ ഓഫ് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നോ ലോങ്ങർ മിയർ റിസീവേഴ്സ് ഓഫ് നോളേജ് അല്ല, പക്ഷേ ദേ ആർ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ഹു ക്വസ്റ്റ്യൻ, അനലൈസ് ആൻഡ് കോൺട്രിബ്യൂട്ട്. അടുത്തതാണ് അവയർനെസ് ഓഫ് സോഷ്യൽ റോൾ. സോ ത്രൂ എഡ്യൂക്കേഷൻ ലേണേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദെയർ റെസ്പോൺസിബിലിറ്റീസ് ഇൻ ബ്രിങ്ങിങ് അബൌട്ട് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അടുത്തത് സോഷ്യൽ ചേഞ്ച് ത്രൂ എഡ്യൂക്കേഷൻ. സോ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് കളക്റ്റീവായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് പറ്റും. കാരണം സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ എഫേർട്ടല്ല, അതൊരു കളക്റ്റീവ് എഫേർട്ടാണ്. അതിന് ഈ സമൂഹത്തിലുള്ള പല വ്യക്തികളുടെയും അവയർനെസ്സും കമ്പൈൻഡ് ആക്ഷൻസും വളരെയധികം ആവശ്യമാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഏജൻറ്റ് ഓഫ് ചേഞ്ച് ആണ്. കാരണം എഡ്യൂക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ ഈ ഔട്ട്ഡേറ്റഡ് ബിലീഫ്സ്, പ്രാക്ടീസസ് ആൻഡ് സിസ്റ്റംസിനെ ചേഞ്ച് ചെയ്യുന്നതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. പ്രൊമോഷൻ ഓഫ് സയൻറ്റിഫിക് ടെമ്പർ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ റാഷണൽ തിങ്കിങ്, ക്രിട്ടിക്കൽ എൻക്വയറി ആൻഡ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അഡ്വാൻസ്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. എഡ്യൂക്കേഷൻ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മോഡേണൈസേഷനിലേക്ക് നയിക്കുന്നുണ്ട്. മറ്റൊന്ന് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലൈഫാണ്. എവറി സ്പിയർ ഓഫ് ഹ്യൂമൻ ലൈഫിൽ വാട്ട് എവർ ദാറ്റ് ബി, സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ, ഇതെല്ലാം തന്നെ ഇൻഫ്ലുവൻസ്ഡ് ബൈ എഡ്യൂക്കേഷൻ ആണ്. അടുത്തത് ഇമ്പാക്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഓൺ സൊസൈറ്റി. സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ചേഞ്ചസ്. ഒന്ന് ബിഹേവിയറൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. എഡ്യൂക്കേഷൻ ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, ബിഹേവിയേഴ്സിനെയൊക്കെ റീഷേപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇൻഡിവിജ്വൽ കൂടുതൽ സോഷ്യലി റെസ്പോൺസിബിൾ ആവുന്നുണ്ട്, സോഷ്യൽ സിസ്റ്റത്തിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഇൻഡിവിജ്വൽസിന് സോഷ്യൽ സ്ട്രക്ചേഴ്സും റിലേഷൻഷിപ്സ് ആൻഡ് ഇഷ്യൂസൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പാർട്ടിസിപ്പേഷൻ ഇവിടെ എൻകറേജ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേറ്റഡ് ഇൻഡിവിജ്വൽസ് ആണ് ആക്റ്റീവ്ലി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിനും സോഷ്യൽ ആക്ടിവിറ്റീസിനും വേണ്ടി എൻഗേജ് ചെയ്യുന്നത്. ആൻഡ് കോൺട്രിബ്യൂഷൻ ടു ഡെവലപ്മെൻറ്റ്. എഡ്യൂക്കേഷനാണ് ആളുകളെ പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് ലെവൽസിൽ സഹായിക്കുന്നത്. ഇൻഡിവിജ്വൽ ലെവലിലാവാം, അതായത് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാവാം, കമ്മ്യൂണിറ്റി ലെവലിന് വേണ്ടിയിട്ടായിരിക്കാം, സോഷ്യൽ ഹാർമണി ആൻഡ് കോപ്പറേഷന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നാഷണൽ ലെവലിലായിരിക്കാം, എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രോഗ്രസ്. സോ സ്കൂൾ ഈസ് ആൻ ഏജൻറ്റ് ഓഫ് ചേഞ്ച്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ചേഞ്ച് ആണ്. ഇറ്റ്സ് എ മോസ്റ്റ് പവർഫുൾ ഇൻസ്ട്രുമെൻറ്റ്, സ്ട്രോങ്ങസ്റ്റ് ടൂളാണ് ഫോർ ബ്രിങ്ങിങ് പ്ലാൻഡ് ആൻഡ് മീനിങ് ഫുൾ സോഷ്യൽ ചേഞ്ച്. സൊസൈറ്റിയുടെ മോഡേണൈസേഷൻ നടക്കുന്നത് എഡ്യൂക്കേഷനോടെയാണ്. ഇപ്പോൾ ട്രഡീഷണൽ പ്രാക്ടീസസിൽ നിന്നും മോഡേൺ പ്രോഗ്രസീവ് വേസ് ഓഫ് തിങ്കിങ് ആൻഡ് ലീവിങ്ങിലേക്ക് നയിക്കുന്നത് എഡ്യൂക്കേഷനാണ്. ഡിസൈറബിൾ ആയിട്ടുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചേഞ്ചസ് എഡ്യൂക്കേഷൻ ത്രൂ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. പല സാമൂഹിക വിപത്തുകളെയും തുടച്ചു നീക്കിക്കൊണ്ട് ഇക്വാലിറ്റി, ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് എഡ്യൂക്കേഷന് സാധിക്കും. ഇപ്പോൾ റിസർച്ച് തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ സോഷ്യൽ ട്രാൻസ്ഫോർമേഷനും പ്രോഗ്രസിനും വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സ്കൂളിൻ്റെ ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ കൾച്ചറൽ ട്രാൻസ്മിഷൻ ഉണ്ട്. കൾച്ചറൽ നോളേജ്, ട്രഡീഷൻസ് ആൻഡ് പ്രാക്ടീസസ് ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് കൊടുക്കുന്നത് സ്കൂൾസ് ആണ്. കൾച്ചർ പ്രിസർവേഷൻ ഉണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൾച്ചറൽ വാല്യൂസ് ആൻഡ് ഹെറിറ്റേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് കൾച്ചറിനനുസരിച്ചിട്ടുള്ള മോഡിഫിക്കേഷൻസും അഡാപ്റ്റേഷൻസും വരുത്താൻ സൊസൈറ്റിയുടെ നീഡിനനുസരിച്ചിട്ടുള്ള മോഡിഫിക്കേഷൻസും അഡാപ്റ്റേഷൻസും കൾച്ചറിന് വരുത്താൻ പറ്റുന്നുണ്ട്. കൾച്ചറൽ കണ്ടിന്യൂറ്റി ഉറപ്പാക്കുന്നുണ്ട്. ലേണിംഗ് ത്രൂ സ്കൂളിങ്ങിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അക്കാദമിക് നോളജ്, ലൈഫ് സ്കിൽസ് വിച്ച് ആർ നെസസറി ടു ഫംഗ്ഷൻ ഇൻ എ സൊസൈറ്റി കിട്ടുന്നുണ്ട്. പിന്നെ ബിലീവ്സ് ആൻഡ് വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മോറൽ വാല്യൂസ്, എത്തിക്സ് ആൻഡ് സോഷ്യൽ ബിലീവ്സ്, സോഷ്യൽ നോംസിനെ കുറിച്ച് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നുണ്ട്. സോഷ്യൽ എക്സ്പെക്ടേഷൻസ് എന്താണ്, അക്സെപ്റ്റബിൾ ബിഹേവിയേഴ്സ് എന്താണ് എന്നുള്ളതെല്ലാം. ഇനി ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സോഷ്യലൈസേഷൻ്റെ ഏജൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻഡിവിജ്വൽസ് ആവാം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. ദാറ്റ് ഇൻഫ്ലുവൻസ് എ പേഴ്സൺസ് ഡെവലപ്മെൻറ്റ്. ഇതിന് എക്സാമ്പിളാണ് ഫാമിലി, സ്കൂൾ, പിയർ ഗ്രൂപ്പ്, മീഡിയ, സൊസൈറ്റി അറ്റ് ലാർജ്. അപ്പോൾ ഇത് എന്തിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? എങ്ങനെയാണ്? സെൽഫ് കോൺസെപ്റ്റ്, ഹൗ ഇൻഡിവിജ്വൽസ് സീ ദംസെൽസ്, അവരുടെ ഇമോഷൻസ് ലൈക്ക് ഫീലിംഗ്സ് ആൻഡ് ഇമോഷണൽ റെസ്പോൺസസ്, അവരുടെ ഒപ്പീനിയൻസ് ആൻഡ് വ്യൂ പോയിന്റ്സ്, അവരുടെ ബിഹേവിയറിൽ വരുന്ന ആക്ഷൻസ് ആൻഡ് കണ്ടക്ട്. ഇപ്പോൾ നേച്ചർ ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ആണ് ഇൻഡിവിജ്വൽസിൽ കൂടുതലും. ഇപ്പോൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്
ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നടക്കാം, ലൈക്ക് ഫാമിലി, പിയർ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യാം, എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിലൂടെ, റൂൾസിലൂടെ, അല്ലെങ്കിൽ പ്രഷേഴ്സ്, ദറ്റ് കൈൻഡ് ബിഹേവിയർ. ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസിൽ വരുന്നതാണ് സട്ടിൽ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ്. അത് നമ്മൾ ഒബ്സർവ് ചെയ്തും എക്സ്പീരിയൻസിലൂടെയാണ് നമ്മളത് പഠിക്കുന്നത്. കൺഫോമിറ്റി ടു നോംസ്, അപ്പോൾ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ബിഹേവിയർ എന്താണോ ഗ്രൂപ്പിൻ്റെ എക്സ്പെക്ടേഷൻ, എന്താണോ സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതനുസരിച്ച് മാറ്റം വരുത്താറുണ്ട്. അടുത്ത ഇഫക്റ്റ് ആണ് ഇൻഡിവിജ്വൽ. അപ്പോൾ ആറ്റിറ്റ്യൂഡ്സും ബിലീഫ്സൊക്കെ ഫോം ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഒരാളുടെ തിങ്കിങ്ങിനെയും അവരുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവിനെയും ഷേപ്പ് ചെയ്യുന്നുണ്ട്. ബിഹേവിയറൽ ഡെവലപ്മെന്റ് ഉണ്ട്. ഇൻഡിവിജ്വൽസ് എങ്ങനെ ബിഹേവ് ചെയ്യണം ഡിഫറെൻറ്റ് സോഷ്യൽ സിറ്റുവേഷൻസ് എന്നുള്ളത് ഇത് ആണ് തീരുമാനിക്കുന്നത്. സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്, ഇൻഡിവിജ്വൽസിനെ അഡാപ്റ്റ് ചെയ്യാനും ഫംഗ്ഷൻ ചെയ്യാനും ഇഫക്റ്റീവ്ലി ഇൻ ദ സൊസൈറ്റി അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സിറ്റുവേഷൻ, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് തന്നെ ഒരു എവല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. ഓവർ ടൈം സൊസൈറ്റി പല ഡെവലപ്ഡ് സ്ട്രക്ചേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് സ്കൂൾസ്, ഫാമിലി, റിലീജിയൻ ആൻഡ് ഗവൺമെന്റ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ റോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്താണെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ. അതുപോലെ തന്നെ ഇറ്റ്സ് ഓൾസോ പ്രിപ്പയർ ദ ഇൻഡിവിജ്വൽ ടു ഫംഗ്ഷൻ വിത്തിൻ ദം. സ്റ്റെബിലിറ്റി ആൻഡ് പ്രോഗ്രസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ഓർഡർ, ബിക്കോസ് എഡ്യൂക്കേഷൻ എപ്പോഴും പ്രോഗ്രസും ചേഞ്ചും ഉറപ്പാക്കുന്നുണ്ട്. ഇനി ഏജൻസ് ഓഫ് സോഷ്യലൈസേഷനിൽ പ്രൈമറി ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ ആണ് ഫാമിലി, റിലീജിയൻ ആൻഡ് സ്കൂൾ, ബിക്കോസ് അവരാണ് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ട്രഡീഷണൽ ഏജൻറ്റ്. ഒരാളുടെ പേഴ്സണാലിറ്റി, ബിഹേവിയർ, വാല്യൂ സിസ്റ്റത്തിനെയൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരാണ്. സെക്കൻഡറി ഏജൻസ് ആണ് പിയർ ഗ്രൂപ്പ്സ്, മാസ് മീഡിയ ആൻഡ് വൈഡർ സൊസൈറ്റി. അവരും ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ പാറ്റേൺസിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചറാണ്. കൾച്ചർ, ട്രഡീഷൻ, മോറൽസ് ഇതെല്ലാം ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് പാസ് ആയിരുന്നുണ്ട്, അത് കൈമാറ്റപ്പെടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. കണ്ടിന്യൂറ്റി ആൻഡ് സ്റ്റെബിലിറ്റി, സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, കണ്ടിന്യൂറ്റി എൻഫോഴ്സ് ചെയ്യുക. അതുപോലെ തന്നെ സോഷ്യൽ കൺട്രോൾ, ഈ ഏജൻസ് ആണ് ബിഹേവിയറിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ബൈ എൻകറേജിങ് കൺഫോമിറ്റി, സോഷ്യൽ എക്സ്പെക്ടേഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിനോടൊരു അത് ഷുവറായിട്ട് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇവരാണ് ഉറപ്പാക്കുന്നത്. റോൾ ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ സൊസൈറ്റി, ഇപ്പോൾ എഡ്യൂക്കേഷൻ ഒരു കാറ്റലിസ്റ്റ് ഓഫ് ചേഞ്ച് ആണ്, സോഷ്യൽ പ്രോഗ്രസ്സിനെ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്, കൂട്ടുന്നുണ്ട്. അവിടെ ട്രാൻസ്ഫോർമേഷൻ വേണം, ഇന്നോവേഷൻ വേണം, മോഡേണൈസേഷൻ വേണം. എഡ്യൂക്കേഷൻ സ്റ്റെബിലൈസറാണ്. റാപ്പിഡ് ചേഞ്ചിൻ്റെ ഒരു ടൈമിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബൈ പ്രിസർവിങ് എസെൻഷ്യൽ വാല്യൂസ് ആൻഡ് ട്രഡീഷൻ. പിന്നെ സൊസൈറ്റൽ നീഡ്സിനോട് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഡിമാൻഡ്സ് ഓഫ് ദ സൊസൈറ്റിയെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ റിസോഴ്സസിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സ്കിൽഡ് വർക്കേഴ്സ്, ഇന്റലക്ച്വൽ തിങ്കേഴ്സ്, റെസ്പോൺസിബിൾ സിറ്റിസൺസ് വിച്ച് ആർ നെസസറി ഫോർ നാഷണൽ ബിൽഡിംഗ് ഒക്കെ എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്. സോഷ്യൽ കൺഫോമിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റൂൾസ്, നോംസ് ആൻഡ് വാല്യൂസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് ഓർഡർ അതിന് സ്കൂൾസ് എൻകറേജ് ചെയ്യുന്നുണ്ട്. നേഷൻ ബിൽഡിംഗ് റോൾ ഉണ്ട്. യൂണിറ്റി, ഇൻ്റഗ്രേഷൻ, ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രിക്കൊക്കെ എഡ്യൂക്കേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സ്കൂൾ ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതൊരു സെൻറ്റർ ഫോർ സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. സ്കൂൾസിലാണ് പലപ്പോഴും ഇൻഡിവിജ്വൽസ് സോഷ്യൽ ബിഹേവിയർ, ഡിസിപ്ലിൻ ആൻഡ് കോപ്പറേഷൻ ലേൺ ചെയ്യുന്നത്. ഇവിടെ നോംസ് ആൻഡ് വാല്യൂസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഫോർമലി അല്ലെങ്കിൽ ഇൻഫോർമലി ഒരു സൊസൈറ്റിയുടെ നോംസ് ലൈക്ക് റെസ്പെക്ട്, റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇക്വാലിറ്റി ഒക്കെ സ്കൂളിലൂടെ പഠിക്കാൻ പറ്റും. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് ഒരു സ്കൂളിലുള്ളത്. റുട്ടീൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ലൈക്ക് റൂൾസ്, ഡിസിപ്ലിൻ, ഹൈറാർക്കി ഒക്കെ ഒരു സൊസൈറ്റിയുടെ സ്ട്രക്ചറിനെ തന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. റിഫ്ലക്ഷൻ ഓഫ് സൊസൈറ്റിയാണ്. സൊസൈറ്റിയിലുള്ള ഇൻഇക്വാലിറ്റീസിനെ തന്നെയാണ് സ്കൂൾസ് മിറർ ചെയ്യുന്നത്. വാല്യൂസ്, കൾച്ചറൽ പാറ്റേൺസ് വിച്ച് ആർ പ്രസൻറ്റ് ഇൻ ദ സൊസൈറ്റി. സോഷ്യൽ ഇൻട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ്. സ്റ്റുഡൻസ് പലപ്പോഴും ലേൺ ചെയ്യുന്നത് അവരുടെ പിയർ ഗ്രൂപ്പായിട്ടുള്ള ഇൻട്രാക്ഷൻ, ടീച്ചേഴ്സ് ആൻഡ് എൻവയോൺമെൻറ്റിലൂടെയാണ്. ഇൻഫ്ലുവൻസ് ഓഫ് പോളിസി മേക്കേഴ്സ് ആൻഡ് സൊസൈറ്റി. പോളിസി ഷേപ്പിംഗ്, എഡ്യൂക്കേഷണൽ പോളിസീസ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് എക്സ്പീരിയൻസസും ഐഡിയോളജീസും ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ദ പോളിസി മേക്കേഴ്സാണ്. അപ്പോൾ ഡിഫറെൻറ്റ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രാക്ടീസസ് ആയിരിക്കും. അപ്പോൾ പലപ്പോഴും പല കൾച്ചറൽ കോൺഫ്ലിക്ട്സും ക്ലാസ് റൂമിൽ ഉണ്ടാവാം. ബിലീഫിലുള്ള ഡിഫറൻസ് കൊണ്ട്, വാല്യൂസിലുള്ള ഡിഫറൻസ് കൊണ്ട് കോൺഫ്ലിക്ട്സ് ക്ലാസ് റൂം അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവാം. ഈ കോൺഫ്ലിക്ട്സ് എന്തിന് തടസ്സം സൃഷ്ടിക്കാം? ഒരു സ്മൂത്ത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലേണിങ്ങിന് തടസ്സം ശ്രദ്ധിക്കാം. അതുകൊണ്ട് തന്നെ ദർ ഈസ് എ നീഡ് ഫോർ ഇൻക്ലൂസീവ്നെസ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ ഡൈവേഴ്സിറ്റി അഡ്രസ്സ് ചെയ്യണം. ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റ്, സുഖകരമായിട്ടുള്ളൊരു ലേണിംഗ് എൻവയോൺമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ, കോത്താരി കമ്മീഷൻ്റെ വ്യൂ ആണ് പറയുന്നത്. എഡ്യൂക്കേഷൻ ഒരു പവർഫുൾ ടൂളാണ്. മോസ്റ്റ് എഫക്റ്റീവ് മീൻസ് ഫോർ അപ്ബ്രിങ്ങിങ് ലാർജ് സ്കെയിൽ സോഷ്യൽ ചേഞ്ച് ആണ്. ഇതിലൂടെ നമുക്കൊരു പീസ്ഫുൾ ട്രാൻസ്ഫോർമേഷൻ നടത്താം. ചേഞ്ച് ഇവിടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, വയലൻസ് ഇല്ലാതെ, കോൺഫ്ലിക്റ്റ് ഇല്ലാതെ, ത്രൂ എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഫൗണ്ടേഷൻ ഫോർ ഡെവലപ്മെൻ്റ് ആണ് എഡ്യൂക്കേഷൻ. ഇറ്റ് ഈസ് എ ബേസ് ഫോർ എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പ്രോഗ്രസ് ആണ്.
ഇൻഫ്ലുവൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഓൺ സൊസൈറ്റി. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാം, മൈൻഡ് സെറ്റിലുള്ള ചേഞ്ച് നടക്കാം, സൊസൈറ്റിയെ മോഡേണൈസ് ചെയ്യാം, റെഡിനെസ് ഫോർ ഡെവലപ്മെൻറ്റ്, അവയർനെസ്സും റെഡിനെസ്സും റെഡിയാക്കുക ആളുകളെ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. എഡ്യൂക്കേഷൻ സോഷ്യൽ ചേഞ്ച് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ നോളജ് ആൻഡ് അവയർനെസ് കൊടുക്കുന്നുണ്ട്. ക്വസ്റ്റനിങ്, ക്യൂരിയോസിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ബ്ലൈൻഡ് ബിലീഫ്സ്, അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളെ, കസ്റ്റംസിനെ, ഔട്ട്ഡേറ്റഡ് ട്രഡീഷൻസിനൊക്കെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ലോജിക്കൽ റീസണിങ്ങിനെയും സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ന്യൂ ഐഡിയാസ് ആൻഡ് അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ സൊസൈറ്റി. എഡ്യൂക്കേഷൻ സോഷ്യൽ റിഫോമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പല എഡ്യൂക്കേഷനിലൂടെ പല ലീഡേഴ്സും പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ പല സൊസൈറ്റിയിലുള്ള പല വിപത്തുകളെയും മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ 19th സെഞ്ച്വറിയിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള സോഷ്യൽ റിഫോമേഴ്സ് എല്ലാം തന്നെ എഡ്യൂക്കേറ്റഡ് ഇൻഡിവിജ്വൽസ് ആയിരുന്നു. എഡ്യൂക്കേറ്റഡ് ഇൻഡിവിജ്വൽസിന് പല ഇൻഇക്വാലിറ്റി, ഡിസ്ക്രിമിനേഷൻ, ഇൻജസ്റ്റിസ് തുടങ്ങിയ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എഡ്യൂക്കേഷനാണ് ആളുകളെ മൂവ്മെൻറ്റ്സ് ലീഡ് ചെയ്യാൻ വേണ്ടി പ്രാപ്തരാക്കുന്നത് ഫോർ എ സോഷ്യൽ ചേഞ്ച്. അപ്പോൾ എഡ്യൂക്കേഷനാണ് ദ നേച്ചർ ഓഫ് സോഷ്യൽ ചേഞ്ച് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഏത് ഡയറക്ഷനിലായിരിക്കണം ആ ചേഞ്ച് പോകേണ്ടത്, എസ്പെഷ്യലി പ്രോഗ്രസീവ് ഓർ റിഗ്രസീവ് എന്നുള്ളത് എഡ്യൂക്കേഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഇക്വാലിറ്റി, ഫ്രീഡം ആൻഡ് ജസ്റ്റിസിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. എക്കണോമിക് ഗ്രോത്ത്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് സോഷ്യൽ ഹാർമണിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചേഞ്ച് ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട്, വിച്ച് ലീഡ്സ് ടു ദ ഓവറോൾ പ്രോഗ്രസ് ഓഫ് സൊസൈറ്റി. ദെൻ റീകൺസ്ട്രക്ഷൻ ഓഫ് എക്സ്പീരിയൻസ്. എഡ്യൂക്കേഷൻ ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ലേണിംഗ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ലൈഫ്. നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ലേൺ ചെയ്യാം, പുതിയ എൻവയോൺമെൻറ്റ് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്. പലപ്പോഴും നമുക്ക് നേടിയ നോളേജ് നമുക്ക് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ടീച്ചിങ് മോറൽ ആൻഡ് സോഷ്യൽ വാല്യൂസ്. മോറൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. എത്തിക്കൽ ആയിട്ടുള്ളൊരു ബിഹേവിയർ ആൻഡ് മോറൽ റെസ്പോൺസിബിലിറ്റി പഠിപ്പിക്കുന്നുണ്ട്. സോഷ്യൽ വാല്യൂസ് ആയിട്ടുള്ള കോപ്പറേഷൻ, ടോളറൻസ്, സിമ്പതി ആൻഡ് മ്യൂച്വൽ റെസ്പെക്റ്റ് പഠിക്കുന്നുണ്ട്. ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസ് ആയിട്ടുള്ള ലവ്, അഫെക്ഷൻ, കമ്പാഷൻ കിട്ടുന്നുണ്ട്. റെസ്പെക്ട് ഫോർ എൽഡേഴ്സ് ആൻഡ് അതേഴ്സ് ബിൽഡ്സ് റെസ്പെക്ട് ഫോർ ഓൾ ദ ഇൻഡിവിജ്വൽസ് ഇൻ ദ സൊസൈറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇൻഡിവിജ്വൽസിന് പുവർ ആയിട്ടുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാനും സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനും പ്രാപ്തരാക്കുന്നുണ്ട്. ചാപ്റ്റർ 13, സ്കൂളിംഗ് ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി. വാട്ട് ഈസ് ദ റോൾ ഓഫ് സ്കൂൾ ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി? എന്താണ് എയിം ഓഫ് എഡ്യൂക്കേഷൻ ആസ് പെർ ജോൺ ഡുവി എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ജോൺ ഡുവി പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രിപ്പറേഷൻ ഫോർ ഡെമോക്രാറ്റിക് ലൈഫ്. എഡ്യൂക്കേഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽസിനെ ആക്റ്റീവ് ആൻഡ് റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആക്കുക ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി. ഫുൾ പാർട്ടിസിപ്പേഷൻ. എഡ്യൂക്കേഷൻ ആളുകളെ എന്തിന് പ്രാപ്തരാക്കണം? എല്ലാ ആസ്പെക്ട്സ് ഓഫ് ഡെമോക്രാറ്റിക് ലൈഫ് സച്ച് ആസ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പ്രാപ്തരാക്കണം. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് നോളേജിൽ മാത്രമല്ല, ആറ്റിറ്റ്യൂഡ്സിലും വാല്യൂസിലും ബിഹേവിയേഴ്സിലുമാണ്. ഇത് ഡെമോക്രസിക്ക് വളരെയധികം അത്യാവശ്യമാണ്. ഇൻ്റഗ്രേഷൻ വിത്ത് ലൈഫ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ലൈഫിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒന്നല്ല, റിയൽ ലൈഫ് സോഷ്യൽ എക്സ്പീരിയൻസസിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഒന്നായിരിക്കണം. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ഡെമോക്രാറ്റിക് സ്കിൽസ് ആൻഡ് ഡിസ്പൊസിഷൻ. ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി. സ്റ്റുഡൻസിനെ നമ്മൾ എന്തിനു വേണ്ടി ട്രെയിൻ ചെയ്യണം? ക്വസ്റ്റ്യൻ ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ, ഇവാലുവേറ്റ് ചെയ്യാൻ ദ ഐഡിയാസ് റാദർ ദാൻ അക്സെപ്റ്റിംഗ് ദം ബ്ലൈൻഡ്ലി. ബ്ലൈൻഡായിട്ട് ഏതെങ്കിലും ഒരു ഐഡിയ അക്സെപ്റ്റ് ചെയ്യാതെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. മറ്റൊന്ന് സെൻസ് ഓഫ് എഫിക്കസി. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം ഇൻഡിവിജ്വൽസിൽ, അവരുടെ ഒപ്പീനിയൻസിനെ കുറിച്ചും ആക്ഷൻസിനെ കുറിച്ചും, ദാറ്റ് ദേ മാറ്റർ ഇൻ ദ സൊസൈറ്റി. അടുത്തത് കമ്മിറ്റ്മെൻറ്റ് ടു സോഷ്യൽ ജസ്റ്റിസ്. ലേണേഴ്സിന് ഒരു സെൻസ് ഓഫ് ഫെയർനെസ് വേണം, ഇക്വാലിറ്റി വേണം ആൻഡ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ് അതേഴ്സ് വേണം. കമ്പാഷൻ ആൻഡ് എംപതി. സ്റ്റുഡൻസ് സെൻസിറ്റീവ് ആയിരിക്കണം ടു ദ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് അതേഴ്സ്. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്, അത് ഫാമിലി ആയിക്കോട്ടെ, സ്കൂൾ, കമ്മ്യൂണിറ്റി ഓർ ഗവൺമെൻറ്. സിവിക് റെസ്പോൺസിബിലിറ്റി വേണം. ലേണേഴ്സിന് മനസ്സിലാക്കണം ദാറ്റ് ദേ ഹാവ് ഡ്യൂട്ടീസ് ലൈക്ക് വോട്ടിംഗ്, ഒബേയിങ് റൂൾസ് ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ് ടു സൊസൈറ്റി. ബേസിക് ലിറ്ററസി ആൻഡ് ന്യൂമറസി. റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് അരിത്തമെറ്റിക്കൽ സ്കിൽസും ഒരു ഇൻഫോംഡ് പാർട്ടിസിപ്പേഷൻ ഡെമോക്രസിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. അപ്പോൾ അതും അവർ ലേൺ ചെയ്തിരിക്കും. അടുത്തത് ലിമിറ്റേഷൻസ് ഓഫ് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇപ്പോൾ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് പലപ്പോഴും ടീച്ചർ സെൻറ്റേഡ് അപ്രോച്ചാണ്. ഇവിടെ ടീച്ചറിനെ ഒരു അതോറിറ്റി ആയിട്ടാണ് കാണുന്നത്. സ്റ്റുഡൻസ് എന്താണ്? ദേ ആർ ദ പാസീവ് റെസിപ്പിയൻസ് ഓഫ് നോളജ് ആണ്. പിന്നെ ഇവിടെ ഒരു ഡിഡാക്റ്റിക് ടീച്ചിങ് മെത്തേഡ്സ് ആണ്. ഡിഡാക്റ്റിക് ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലേണിംഗ് നടക്കുന്നത് ലെക്ചറിങ്ങിലൂടെയാണ്, മെമ്മറൈസേഷനിലൂടെയാണ്, റോട്ട് ലേണിങ്ങിലൂടെയാണ്. ഒരു അതോറിറ്റേറിയൻ എൻവയോൺമെൻ്റ് ആണ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺട്രോളാണ്. അത് പലപ്പോഴും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനൊക്കെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്ങിന് ഒരു പോസിബിലിറ്റി അവിടെ ഇല്ല. സ്റ്റുഡൻസിന് ഒരു പാസീവ് ലേണിംഗ് റോളാണ്. ദേ ആർ നോട്ട് എൻകറേജ്ഡ് ടു ക്വസ്റ്റ്യൻ ഓർ എക്സ്പ്ലോർ ഐഡിയാസ്. ക്ലോസ്ഡ് ക്ലാസ് റൂം സിസ്റ്റമാണ്. പലപ്പോഴും ഈ ഒരു എൻവയോൺമെൻറ്റ്
എന്ത് റിയൽ ലൈഫ് ഡെമോക്രാറ്റിക് സിറ്റുവേഷൻസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ലാക്ക് ഓഫ് ഡെമോക്രാറ്റിക് എക്സ്പീരിയൻസ് ആണ്. സ്റ്റുഡൻസിന് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല ടു പാർട്ടിസിപ്പേറ്റ്, ടു പ്രാക്ടീസ് പാർട്ടിസിപ്പേഷൻ, കോപ്പറേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ക്രിറ്റിസിസം ബൈ പ്രോഗ്രസീവ് തിങ്കേഴ്സ്. ഇപ്പോൾ ജോൺ ഡേവി എംഫസൈസ് ചെയ്തത് ലേണിംഗ് ബൈ ഡൂയിങ്ങിലാണ്. ആൻഡ് ഡെമോക്രാറ്റിക് ക്ലാസ് റൂംസ് വേണം, അവിടെയാണ് സ്റ്റുഡൻസിന് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക. ഇവാൻ ഇലിച്ച് എന്ത് ക്രിറ്റിസൈസ് ചെയ്തു? ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്കൂളിങ്ങിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ദേ റെസ്ട്രിക്റ്റ് ട്രൂ ലേണിംഗ് ആൻഡ് ഫ്രീഡം. പൗലോ ഫ്രയറി ഷീ ഒപ്പോസ്ഡ് ദ ബാങ്കിങ് മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ. ഇവിടെ ടീച്ചേഴ്സ് നോളജ് ഡെപ്പോസിറ്റ് ചെയ്യാണ് ഇൻ ടു പാസീവ് സ്റ്റുഡൻസ്. പിന്നെ ആൻറ്റി ഡെമോക്രാറ്റിക് നേച്ചറാണ്. ട്രഡീഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒബീഡിയൻസിനെയാണ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്തത് rather than critical thinking, and there is a need for change. ഈ തിങ്കേഴ്സ് എല്ലാം അഡ്വക്കേറ്റ് ചെയ്യുന്നത് എഡ്യൂക്കേഷനെ ട്രാൻസ്ഫോം ചെയ്യണം ഇൻ ടു എ മോർ ഡെമോക്രാറ്റിക് ആൻഡ് പാർട്ടിസിപ്പേറ്ററി സിസ്റ്റം. അടുത്താണ് പ്രോഗ്രസീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷണൽ അപ്രോച്ചസ്. പ്രോഗ്രസീവ് പെഡഗോജി ഫോക്കസ് ചെയ്യുന്നത് സ്റ്റുഡൻറ് സെൻറ്റേർഡ് ലേണിങ്ങിലാണ് റാദർ ദാൻ ദ ഡൊമിനേഷൻ ഓഫ് ദി ടീച്ചർ. ഇവിടെ കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് നടക്കുന്നത്. സ്റ്റുഡൻസ് ദേ വർക്ക് ടുഗെദർ, ദേ ഷെയർ ഐഡിയാസ് ആൻഡ് ലേൺ കോപ്പറേറ്റീവ്ലി. പ്രോബ്ലം പോസിംഗ് എഡ്യൂക്കേഷനിൽ സ്റ്റുഡൻസ് ലേൺ ബൈ ഐഡൻറ്റിഫൈങ് ആൻഡ് സോൾവിങ് റിയൽ ലൈഫ് പ്രോബ്ലംസ്. എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലാണെങ്കിൽ ലേണിംഗ് നടക്കുന്നത് ഡയറക്റ്റ് എക്സ്പീരിയൻസിലൂടെയും ആക്ടിവിറ്റിയിലൂടെയാണ്. പാർട്ടിസിപ്പേറ്ററി മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റുഡൻസ് എല്ലാം ആക്റ്റീവ്ലി ഡിസ്കഷൻസ്, ഡിബേറ്റ്സ്, ഗ്രൂപ്പ് വർക്കിലൊക്കെ എൻഗേജ് ചെയ്യുന്നുണ്ട്. ഡെമോക്രാറ്റിക് ക്ലാസ് റൂം പ്രാക്ടീസസ് ലൈക്ക് ഈക്വൽ പാർട്ടിസിപ്പേഷൻ, റെസ്പെക്ട് ഫോർ ഒപ്പീനിയൻസ് ആൻഡ് ഷെയർ ഡിസിഷൻ മേക്കിംഗ് എല്ലാം എൻകറേജ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ലേണർ സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ. ആക്റ്റീവ് റോൾ ഓഫ് ലേണേഴ്സ്. സ്റ്റുഡൻസ് ഇവിടെ പാസീവ് ലിസണേഴ്സ് അല്ല, പക്ഷേ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ഇൻ ലേണിംഗ് ആണ്. ലേണിങ്ങിനുള്ള റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്. ലേണേഴ്സ് ഷുഡ് ടേക്ക് ഓണർഷിപ്പ് ഫോർ ദെയർ ഓൺ എഡ്യൂക്കേഷൻ പ്രോസസ്. ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, സെൽഫ് തിങ്കിങ്, ഇന്നോവേഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിട്ടൻഷനാണ്. കാരണം ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് ഉള്ളത് കാരണം കുട്ടികൾക്ക് നന്നായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ കുറിച്ചൊരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവും. ഹോളിസ്റ്റിക് ഗ്രോത്ത് ആണ്. ഇൻ്റലക്ച്വൽ, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആസ് എ ടൂൾ ഫോർ ഡെമോക്രസി. രണ്ടാമത്തെ പോയിന്റ് ആണ് പ്രൊമോഷൻ ഓഫ് ഇക്വാലിറ്റി. ഇക്വാലിറ്റി അതായത് എഡ്യൂക്കേഷനിലൂടെ ഇൻഇക്വാലിറ്റി റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് എൻകറേജ്മെൻറ്റ് ഓഫ് ഫ്രീഡം ഓഫ് തോട്ട്, എക്സ്പ്രഷൻ ആൻഡ് ആക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ വാല്യൂസ്, കോപ്പറേഷൻ, ടോളറൻസ്, റെസ്പെക്ട് ആൻഡ് യൂണിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള സോഷ്യൽ വാല്യൂസ്. നേഷൻ ബിൽഡിംഗ് ആണ്. റെസ്പോൺസിബിൾ സിറ്റിസൺസിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഹു വിൽ കോൺട്രിബ്യൂട്ട് ടു ഡെമോക്രാറ്റിക് ഡെവലപ്മെൻറ്റ്. ഫങ്ഷൻസ് ഓഫ് സ്കൂൾസ് ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി നോക്കുകയാണെങ്കിൽ എംപവർ ചെയ്യുക സിറ്റിസൺസിനെ. ഒരു ഡെമോക്രസിയിൽ എഫക്റ്റീവായിട്ടുള്ള സിറ്റിസൺഷിപ്പ് ഡെവലപ്മെൻറ്റ് നടക്കുക. സ്കൂൾസ് സ്റ്റുഡൻസിന് എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം? ടു ബിക്കം ആക്റ്റീവ്, റെസ്പോൺസിബിൾ ആൻഡ് ഇൻഫോംഡ് സ്റ്റുഡൻസ് ഹു ക്യാൻ പാർട്ടിസിപ്പേറ്റ് മീനിങ് ഇൻ ദ ഡെമോക്രാറ്റിക് പ്രോസസ്. ലേണിംഗ് ത്രൂ പാർട്ടിസിപ്പേഷൻ, ക്ലാസ് റൂം ഡിസ്കഷൻസിലൂടെ, ഗ്രൂപ്പ് വർക്കിലൂടെ, ഡിബേറ്റ്സിലൂടെ, കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിലൂടെ ഒക്കെ കുട്ടികൾക്ക് ഡെമോക്രാറ്റിക് വാല്യൂസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഡെവലപ്മെൻറ്റ് ഓഫ് ക്രിട്ടിക്കൽ സ്കിൽസ്. സ്കൂൾസ് കുട്ടികളെ തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ, ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസൊക്കെ അറ്റൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അവയർനെസ് ഓഫ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. സ്റ്റുഡൻസ് അവരുടെ റൈറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കും. ആസ് വെൽ ആസ് റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് സൊസൈറ്റി. കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ ജസ്റ്റിസ്. എഡ്യൂക്കേഷൻ ലേണേഴ്സിന് എന്തിനു വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്നു? ഇക്വാലിറ്റി, ജസ്റ്റിസ് ആൻഡ് വെൽഫെയർ ഓഫ് സൊസൈറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു. ദ ആക്ട് ആസ് ആൻ ഏജൻറ്റ് ഓഫ് ഇൻക്ലൂസീവ് പ്രാക്ടീസ്. ഈക്വൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു. എല്ലാ സ്കൂൾസും എൻഷുർ ചെയ്യുന്നത് എവറി ചൈൽഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ബാക്ക്ഗ്രൗണ്ട് ഗെറ്റ് ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ. റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി. പല ഡിഫറൻസസും ഉണ്ടാകും ഒരു ക്ലാസ്സിൽ. കൾച്ചർ, കാസ്റ്റ്, റിലീജിയൻ, ജെൻഡർ, ലാംഗ്വേജ് ആൻഡ് എബിലിറ്റി ബേസ്ഡ്. ഇതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക. ഇൻക്ലൂസീവ് ക്ലാസ് റൂംസ് കൊടുക്കുക. പല ഡിഫറെൻറ്റ് എബിലിറ്റീസ് ഉള്ള കുട്ടികളായിരിക്കും ഒരു ക്ലാസ്സിൽ ഉണ്ടാകുന്നത്. they all should learn together in the same environment. Shift from segregation. Earlier സിസ്റ്റംസിന് സെപ്പറേറ്റഡ് സ്പെഷ്യൽ ചിൽഡ്രൻ സ്കൂൾസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മോഡേൺ ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ ഇൻക്ലൂഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിഡക്ഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, സോഷ്യൽ എക്സ്ക്ലൂഷനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ബയസ് ആൻഡ് ഇൻഇക്വാലിറ്റി എലിമിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ്. സ്കൂൾസ് ഇമോഷണൽ ആൻഡ് അക്കാദമിക് സപ്പോർട്ട് എല്ലാ ലേണേഴ്സിനും കൊടുക്കണം. ടീച്ച് ഫോർ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. റെക്കഗ്നീഷൻ ഓഫ് ഡൈവേഴ്സിറ്റി. ഇന്ത്യ ഒരു ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. സ്കൂൾസ് എന്തിനു വേണ്ടി സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ടു അണ്ടർസ്റ്റാൻഡ് അപ്രീഷിയേറ്റ് ദിസ് ഡൈവേഴ്സിറ്റി. പ്രൊമോഷൻ ഓഫ് നാഷണൽ ഇൻ്റഗ്രേഷൻ. എൻകറേജസ് യൂണിറ്റി വൈൽ റെസ്പെക്ടിങ് ഡിഫറൻസസ്. ഇൻക്ലൂസീവ് കരിക്കുലം ആൻഡ് പെഡഗോജി. ടീച്ചിങ് മെത്തേഡ്സ് എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്? എല്ലാ ലേണേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. റിയൽ ലൈഫ് ലേണിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ റിയൽ വേൾഡ് എക്സ്പീരിയൻസസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണം. ടു മേക്ക് ലേണിംഗ് മീനിങ് ഫുൾ.
അഡാപ്റ്റേഷൻ ആൻഡ് അക്കോമഡേഷൻ, ടീച്ചേഴ്സ് ടീച്ചിങ് മെത്തേഡ്സ് മോഡിഫൈ ചെയ്യണം. കാരണം ഡിഫറെൻറ്റ് ലേണിംഗ് നീഡ്സും എബിലിറ്റീസും ബാക്ക്ഗ്രൗണ്ട്സും ഉള്ള കുട്ടികളാണ് നമ്മുടെ മുൻപിൽ ഇരിക്കുന്നത്. അടുത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് ടോളറൻസ്. സ്റ്റുഡൻസ് ഷുഡ് റെസ്പെക്ട് അതേഴ്സ് ഒപ്പീനിയൻസ്, ബിലീഫ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ്. ആക്ട് ആസ് എ മിനിയേച്ചർ സൊസൈറ്റി. ഇത് 2 മാർക്കിനോ 4 മാർക്സിനോ മറ്റോ ചോദിച്ചിട്ടുണ്ട്. സ്കൂൾ എന്ന് പറയുന്നത് ഒരു സ്മോൾ സൊസൈറ്റിയാണ്. കാരണം ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിങ് ഓഫ് എ ലാർജർ സൊസൈറ്റിയാണ്. ഇവിടെ ഡെമോക്രാറ്റിക് വാല്യൂസ് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് കുട്ടികൾ ഇക്വാലിറ്റി, ജസ്റ്റിസ് ആൻഡ് കോപ്പറേഷൻ ഒക്കെ പഠിക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ സ്കിൽസ് നടക്കുന്നുണ്ട്. പിയർ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നതിലൂടെ ദേ ആർ ലേണിംഗ് കമ്മ്യൂണിക്കേഷൻ, കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ട്, ഒരു ഫീലിംഗ് ഓഫ് കമ്മ്യൂണിറ്റി, ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഫോർ റിയൽ ലൈഫ്. ഇവിടെ സ്റ്റുഡൻസ് ദേ ആർ റെഡി ടു ഫേസ് റിയൽ സൊസൈറ്റൽ സിറ്റുവേഷൻസ്. അടുത്തതാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഫോർമേഷൻ ഓഫ് പേഴ്സണാലിറ്റി. സ്കൂൾസ് ഒരു മേജർ റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട് ഇൻ ഷേപ്പിംഗ് ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ്. പിന്നെ കൊളാബറേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ടീച്ചേഴ്സ്, പാരൻസ് ആൻഡ് കമ്മ്യൂണിറ്റി. ദേ ഷുഡ് വർക്ക് ടുഗെദർ ഇൻ എഡ്യൂക്കേറ്റിംഗ് ദ ചൈൽഡ്. ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ, സോഷ്യൽ നോംസ്, ട്രഡീഷൻസ് ആൻഡ് വാല്യൂസ് എല്ലാം ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്കും പാസ് ചെയ്യുന്നുണ്ട്. ഗൈഡൻസ് ആൻഡ് ഡയറക്ഷൻ. സ്കൂൾസ് ആണ് സ്റ്റുഡൻസിനെ എന്തിനു ഗൈഡ് ചെയ്യുന്നത്? ഡിസിഷൻ മേക്കിങ്ങിനും അവരുടെ റൈറ്റ് പാത്ത് ചൂസ് ചെയ്യാനും. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. സ്റ്റുഡൻസിനെ എന്തിനു വേണ്ടി എൻകറേജ് ചെയ്യുന്നുണ്ട്? സ്കൂൾ ഗവേണൻസ് ആൻഡ് ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എൻകറേജ് ചെയ്യുന്നുണ്ട്. സ്ട്രെങ്തനിങ് കമ്മ്യൂണിറ്റി ടൈസ്. സ്കൂൾസ് സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നാണ് സിറ്റിസൺഷിപ്പ് ട്രെയിനിങ്, ഡെമോക്രാറ്റിക് പ്രിപ്പറേഷൻ. സ്കൂൾസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് ഇൻ പ്രിപ്പയറിംഗ് സ്റ്റുഡൻസ് ടു ബിക്കം റെസ്പോൺസിബിൾ ആൻഡ് ആക്റ്റീവ് സ്റ്റുഡൻസ് ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി ബൈ ഡെവലപ്പിംഗ് അവയർനെസ്, പാർട്ടിസിപ്പേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി. അവയർനെസ് ഓഫ് ഡ്യൂട്ടീസ്. എഡ്യൂക്കേഷനാണ് കുട്ടികൾക്ക് അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, സച്ച് ആസ് ഒബേയിങ് ലോസ്, റെസ്പെക്റ്റിംഗ് അതേഴ്സ്, voting responsibly and contributing to society. Knowledge of rights. Students have fundamental rights like equality, freedom and justice, and how to exercise them responsibly എന്നുള്ളത് മനസ്സിലാക്കുന്നത് സ്കൂളുകളിൽ വെച്ചിട്ടാണ്. പ്രാക്ടിക്കൽ സിറ്റിസൺഷിപ്പ്, അതായത് സ്കൂൾസിൽ വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. സ്റ്റുഡൻറ്റ് കൗൺസിൽസ്, ഡിബേറ്റ്സ് ആൻഡ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെ പ്രാക്ടീസ് ചെയ്യാനും കുറച്ചും കൂടെ ഡെമോക്രാറ്റിക് ബിഹേവിയർ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാനുമുള്ള ചാൻസ് കിട്ടുന്നുണ്ട്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സ്റ്റുഡൻസിനെ ഒരു പേഴ്സണൽ ബെനിഫിറ്റിന് അപ്പുറത്തേക്ക് തിങ്ക് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ഹാവ് ടു വർക്ക് ഫോർ ദ വെൽഫെയർ, സോഷ്യൽ വെൽഫെയർ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ്. അടുത്തതാണ് ഡെമോക്രാറ്റിക് ഡെലിബറേഷൻ. ഡെലിബറേഷൻ മീൻസ് ഡിസ്കഷൻ ഓർ ഡിബേറ്റ്. ഇപ്പോൾ ബെറ്റർ സിറ്റിസൺഷിപ്പ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്യാനും ഡിബേറ്റ് ചെയ്യാനും ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കാനും വേണ്ടിയിട്ടുള്ള എബിലിറ്റി കൊടുക്കുന്നുണ്ട്. അത് വളരെ എസെൻഷ്യലാണ് ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിക്ക്. അടുത്താണ് ഡെലിബറേറ്റീവ് ഡെമോക്രസി. സ്റ്റുഡൻസിന് ട്രെയിൻ ചെയ്യപ്പെടുന്നുണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസ്കഷൻസ്, റെസ്പെക്ട് ഡിവോഴ്സ് ഒപ്പീനിയൻസ് ആൻഡ് അറൈവ് അറ്റ് കളക്റ്റീവ് ഡിസിഷൻ. ക്രിട്ടിക്കൽ തിങ്കിങ് അവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റനിങ്, റീസണിങ് ആൻഡ് ലോജിക്കൽ തിങ്കിങ്ങിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ട്. ബൈ പ്രിപ്പയറിംഗ് ഇൻഫോംഡ് സ്റ്റുഡൻസ്. ഡിസിഷൻ മേക്കിങ്ങിൽ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പ്രാക്ടിക്കൽ ലൈഫ് ലേണിംഗ് അവിടെ നടക്കുന്നുണ്ട്, ലൈഫ് ട്രെയിനിങ്. സ്കൂൾ ആസ് എ മിനിയേച്ചർ സൊസൈറ്റി. സ്കൂൾ സൊസൈറ്റി റിലേഷൻഷിപ്പ്. ഇതൊരു റെസിപ്രോക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. സ്കൂളും സൊസൈറ്റിയും പരസ്പരം കണ്ടിന്യൂസ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സൊസൈറ്റി എഡ്യൂക്കേഷനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ സൊസൈറ്റിയെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന വാല്യൂസ്, കൾച്ചർ, നോംസ് എല്ലാം തന്നെ സ്ട്രക്ചർ ഓഫ് ദ സൊസൈറ്റിയാണ്. സ്കൂൾ എന്ന് പറയുന്നത് ലോക്കൽ കമ്മ്യൂണിറ്റീസും സോഷ്യൽ എൻവയോൺമെൻറ്റുമായിട്ട് ഡീപ്ലി കണക്റ്റഡ് ആണ്. സൊസൈറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല റീഫോംസും ഇമ്പ്രൂവ്മെൻറ്റ്സും സൊസൈറ്റിയിൽ കൊണ്ടുവരാനായിട്ട് സ്കൂളിന് സാധിക്കും. ഇനി മിനിയേച്ചർ ഫോം ഓഫ് സൊസൈറ്റി, ഡോക്ഹെയിംസിൻ്റെ വ്യൂ ആണ് ഇവിടെ പറയുന്നത്. അക്കോർഡിംഗ് ടു ഡോക്ഹാം, സ്കൂൾ ഇസ് എ റിപ്ലിക്ക ഓഫ് സൊസൈറ്റി. സ്കൂൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ സ്മോളർ വേർഷൻ ഓഫ് സൊസൈറ്റിയാണ്. അവിടെ സോഷ്യൽ ലൈഫ് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡൈവേഴ്സ് ബിക്കോസ് ദർ ഈസ് കാസ്റ്റ്, ക്ലാസ്, റിലീജിയൻ, ലാംഗ്വേജ്, എത്തനിസിറ്റി ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ്. അതെല്ലാം തന്നെ ഒരു ക്ലാസ് റൂമിൽ റിഫ്ലക്റ്റഡ് ആവും. ഇപ്പോൾ കുട്ടികൾ പരസ്പരം ഇൻട്രാക്ട് ചെയ്യും, അവർ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നായിരിക്കും. അത് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ്ങും ടോളറൻസും അവരുടെ ഇടയിൽ പ്രൊമോട്ട് ചെയ്യും. ഇപ്പോൾ സ്കൂള് സ്റ്റുഡൻസിനെ ഹാർമോണിയസ്ലി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി കൾച്ചറൽ പിയർ ബോട്ട്യൂ, ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ. സ്കൂൾ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് കൾച്ചറൽ വാല്യൂസ്, ട്രഡീഷൻസ് ആൻഡ് പ്രാക്ടീസസ് നെക്സ്റ്റ് ജനറേഷന് പകർന്നു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് ലൈക്ക് ക്ലാസ് ഡിഫറൻസസ് എല്ലാം ഓഫൺ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, റീഇൻഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട് സ്കൂൾസിൽ. പിന്നെ ഹിഡൻ കരിക്കുലം, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയേഴ്സ് ഒക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കൾച്ചറൽ റീപ്രൊഡക്ഷൻ സ്റ്റുഡൻറ്റ് എക്സ്പീരിയൻസസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. സ്കൂൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലബോറട്ടറി ഓഫ് ദ സൊസൈറ്റി. ഇവിടെയാണ് ഡെമോക്രാറ്റിക് വാല്യൂസ് പ്രാക്ടീസ് ചെയ്യുന്നത്. കുട്ടികൾക്ക് അതിനുള്ള ഒരു എൻവയോൺമെൻറ്റ് കൊടുക്കുന്നുണ്ട് ടു പ്രാക്ടീസ് ഇക്വാലിറ്റി, ജസ്റ്റിസ്, കോപ്പറേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. ലേണിംഗ് ബൈ ഡൂയിങ്. ഒരു ഡെമോക്രസിയെക്കുറിച്ച് പഠിക്കുന്നത് തിയററ്റിക്കലി മാത്രമല്ല, റിയൽ എക്സ്പീരിയൻസിലൂടെയാണ്.
സ്കൂൾ എന്ന് പറയുന്നത് ഒരു കൺട്രോൾഡ് സെറ്റിംഗ് ആണ്. അവിടെ കുട്ടികൾക്ക് സോഷ്യൽ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും. ലീഡർഷിപ്പ്, ടീം വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇഷ്യൂസ് ഇൻ സ്കൂൾ സെലക്റ്റീവ് അഡ്മിഷനാണ് നടക്കുന്നത്. ചില സ്കൂൾസ് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നത് തന്നെ അവരുടെ ക്ലാസ്, കാസ്റ്റ്, റിലീജിയൻ അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റാറ്റസ് ബേസ്ഡ് ആണ്. അപ്പോൾ ഇതൊരു ഇൻഇക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവായിട്ടുള്ളൊരു സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ഡിവിഷൻ ഡെമോക്രാറ്റിക് വാല്യൂസിനെ വീക്കൻ ചെയ്യുന്നുണ്ട്. ബാരിയേഴ്സ് ടു ഇൻക്ലൂസീവ്നെസ്, ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇക്വിറ്റബിൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതിനൊരിക്കലും കാഴ്ചവെക്കാനായിട്ട് പറ്റില്ല. ആൻഡ് വാട്ട് ഈസ് ദ റോൾ ഓഫ് ഗവൺമെൻറ് സ്കൂൾസ്? ഗവൺമെൻറ് സ്കൂൾസിന് ആണ് ഇൻക്ലൂസീവ് എൻവയോൺമെൻറ്റ് ഉള്ളത്. ഗവൺമെൻറ് സ്കൂൾസ് യൂഷ്വലി ഇൻക്ലൂഡ് സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്, ഡെമോക്രസിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരു ട്രൂ ഡൈവേഴ്സിറ്റി ഓഫ് സൊസൈറ്റി റിഫ്ലക്ട് ചെയ്യുന്നത് ഗവൺമെൻറ് സ്കൂൾസിലാണ്. സോഷ്യൽ ഇൻ്റഗ്രേഷൻ ഉണ്ട്, സോഷ്യൽ ഇൻഇക്വാലിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റി ഓഫ് സൊസൈറ്റി ടുവേർഡ്സ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് സബ് സിസ്റ്റം ഓഫ് സൊസൈറ്റി, ഇൻ്റർ റിലേറ്റഡ് സിസ്റ്റമാണ്. സ്കൂൾ, ഫാമിലി, റിലീജിയൻ എല്ലാം ഇൻ്റർകണക്റ്റഡ് ആണ്. എഡ്യൂക്കേഷൻ പെർഫോം ചെയ്യുന്നത് ഫങ്ഷൻസ് ഫോർ സൊസൈറ്റി ആസ് എ ഹോൾ ആണ്. ദർ ഇസ് എ മ്യൂച്വൽ റിലേഷൻഷിപ്പ്. ആൻഡ് വാട്ട് ഈസ് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സൊസൈറ്റി? സോഷ്യൽ കണ്ടീഷനിങ് നടക്കുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രിയേഷൻ, പർപ്പസ് ഫുൾഫിൽമെൻറ്റ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സോഷ്യൽ സിസ്റ്റം. മിറർ ഓഫ് ദ സൊസൈറ്റി ആണ്. ഇൻഫ്ലുവൻസ് ക്ലാസ് സിസ്റ്റം, കൾച്ചറൽ വാല്യൂസ്, പവർ സ്ട്രക്ചർ, ഫ്രീഡം വേഴ്സസ് കൺട്രോൾ, വിച്ച് മീൻസ് ബാലൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ലിബർട്ടി ആൻഡ് സോഷ്യൽ കൺട്രോൾ. അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഈ ഫാക്ടേഴ്സും സ്ട്രോങ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ. എഡ്യൂക്കേഷൻ ആസ് എ സോഷ്യൽ കൺസേൺ. എഡ്യൂക്കേഷൻ ഒരു ഇൻഡിവിജ്വൽ പ്രോസസ്സ് അല്ല, അതൊരു സോഷ്യൽ പ്രോസസ്സാണ്. ഇവിടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ് നടക്കുന്നത്. ഫിസിക്കൽ, ഇൻ്റലക്ച്വൽ ആൻഡ് മോറൽ ഗ്രോത്ത്. സോഷ്യൽ അക്വിസിഷൻ ആണ്. പല ക്വാളിറ്റീസും സൊസൈറ്റി ത്രൂ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഡൈനാമിക് നേച്ചറാണ്. സൊസൈറ്റിയുടെ നീഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ്. അപ്പോൾ എഡ്യൂക്കേഷനും അതനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആൻഡ് സൊസൈറ്റി ദേ ഡു ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. മോഡേൺ ഫോംസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ആണ്, അഡൾട്ട് എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ ഒക്കെയാണ്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഈ ഡെവലപ്മെൻറ്റ്സ് എല്ലാം തന്നെ ദേ ആർ ബേസ്ഡ് ഓൺ മോഡേൺ സൊസൈറ്റൽ നീഡ്സ്. ഇപ്പോൾ യൂണിറ്റ് 4 ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.